തെറ്റായ തീരുമാനം എടുത്തുകൊണ്ട് ഉള്ള സീറ്റ് കൂടി കളഞ്ഞു കുളിക്കുക. അതാണ് BJP ഇത്തവണ കേരളത്തിൽ നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടിമുടി പാളിച്ച BJPക്ക് പറ്റി. കുറഞ്ഞത് 10 സീറ്റിലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനും 5 സീറ്റെങ്കിലും പിടിച്ചെടുക്കാനും BJPക്ക് കഴിയുമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ച BJPക്ക് തിരിച്ചടിയായി മാറി. കേരളം BJPക്ക് ബാലികേറാമലയായി തന്നെ തുടരും. എവിടെയൊക്കെയാണ് BJPക്ക് പിഴച്ചത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ നേമത്തെ സ്ഥാനാർത്ഥി നിർണയം വലിയ പിഴവായിരുന്നു. 2016 O രാജഗോപാലിലൂടെ നേമത്ത് അവർ അക്കൗണ്ട് തുറന്നതാണ്. 2021 ശിവൻകുട്ടി ആ അക്കൗണ്ട് പൂട്ടി. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിച്ചത് വലിയ പിഴവായി മാറി. രാജീവ് ചന്ദ്രശേഖറിന് പകരം കുമ്മനം രാജശേഖരനെ പോലെ ഒരു നേതാവിനെ ഇട്ടിരുന്നെങ്കിൽ നേമത്ത് ശിവൻകുട്ടി ക്ലോസ് ചെയ്ത അക്കൗണ്ട് തുറക്കാൻ കഴിയുമായിരുന്നു BJPക്ക്. ഇനി വട്ടിയൂർക്കാവ്. BJPക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. ശ്രീലേഖയെ ഇട്ട് വട്ടിയൂർക്കാവ് കളഞ്ഞു കുളിച്ചു. അവിടെ നടൻ കൃഷ്ണകുമാർ ജി മത്സരിച്ചിരുന്നെങ്കിൽ BJPക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഒരു ത്രികോണ മത്സരമെങ്കിലും നടത്താൻ BJPക്ക് കഴിയുമായിരുന്നു. വട്ടിയൂർക്കാവ് BJP കളഞ്ഞു കുളിച്ച മണ്ഡലമാണ്. ഇനി കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും B മുരളീധരനും തമ്മിലാണ് ഫൈറ്റ്. B മുരളീധരൻ്റെ പ്രചരണം വളരെ വളരെ മോശമായിരുന്നു. വളരെ ആവേശകരമായിരുന്നില്ല B മുരളീധരൻ്റെ പ്രചരണം. അത് കഴക്കൂട്ടം മണ്ഡലത്തിൽ BJPയുടെ ജയസാധ്യതയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇനി പാലക്കാടാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ ഇട്ടത് വലിയ പിഴവായി മാറി. പാലക്കാടിന് പകരം കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ BJPക്ക് കായംകുളത്ത് ജയസാധ്യത ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മുന്നേറ്റം നടത്തിയതാണ്. BJPക്ക് ശക്തിയുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. BJP 2020 കൊടുത്ത് കളഞ്ഞു കുളിച്ചു. അവിടെ 2020 വേണ്ടി മത്സരിക്കുന്നത് അഞ്ജലി നായരാണ്, സിനിമാ നടിയായ അഞ്ജലി നായർ. ഒരോളവും തൃപ്പൂണിത്തുറയിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല BJPക്ക്. ഇനി മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ചു K സുരേന്ദ്രൻ. രണ്ടിടത്തും K സുരേന്ദ്രൻ തോറ്റു. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നെങ്കിൽ, മഞ്ചേശ്വരത്ത് നിന്ന് തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ, കോന്നിയിൽ മത്സരിക്കാതെ മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിച്ചെങ്കിൽ K സുരേന്ദ്രന് വിജയസാധ്യത ഉണ്ടായിരുന്നു. ഇത്തവണ ആ വിജയസാധ്യത പോയതിന് കാരണം SDPI കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി BJPക്ക് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടമാകുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ്. പത്മജ വേണുഗോപാലാണ് തൃശ്ശൂർ മത്സരിക്കുന്നതെങ്കിലും അവിടെ രാജൻ പല്ലൻ വിജയിക്കും എന്ന റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഇനി ഷോൺ ജോർജിൻ്റെ പാലയാണ്. ഷോൺ ജോർജ് അവിടെ നല്ല മത്സരം കാഴ്ചവെച്ചുവെങ്കിലും പാലയിൽ BJP പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഷോൺ ജോർജിന് പിന്നിൽ നിന്നില്ല എന്ന ആരോപണം നിലനിൽക്കുന്നു. ഷോൺ ജോർജ് ഒരു പക്ഷേ പാലയിൽ 2ാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി PC ജോർജാണ്. പൂഞ്ഞാറിൽ PC ജോർജിനെ ഇട്ടത് വലിയ അബദ്ധമായി മാറി. PC ജോർജിൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, PC ജോർജ് നിരന്തരം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള PC ജോർജിനെ പൂഞ്ഞാറിലിട്ടത്
വലിയ അബദ്ധമായി മാറി. മറ്റൊരാളായിരുന്നെങ്കിൽ, പൂഞ്ഞാറിൽ അനൂപ് ആന്റണിയാണ് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി BJPക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കോന്നി മണ്ഡലം BJP കളഞ്ഞു കുളിച്ച മണ്ഡലമാണ്. അവിടെയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇട്ടിരുന്നെങ്കിൽ BJPക്ക് ജയസാധ്യത ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഒരു 5 മണ്ഡലം പിടിക്കാൻ BJPക്ക് കഴിയുമായിരുന്നു. പക്ഷേ BJPയുടെ മണ്ടത്തരം കാരണം, സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പിഴവ് കാരണം 5 മണ്ഡലവും ഒരു മണ്ഡലവും കിട്ടാതെ കേരളം ബാലികേറ മലയായി തുടരുക തന്നെ ചെയ്യും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇനിയെല്ലാം വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ.